ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജാതകത്തിലെ ഗ്രഹനിലയിൽ 12ാം ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഭാവത്തെ വ്യയഭാവം അഥവാ ചിലവുകളുടെ ഭാവം എന്ന് പറയുന്നു. പേരുകൊണ്ട് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജാതകൻ്റെ ചിലവുകളെ സംബന്ധിച്ച ശുഭ അശുഭങ്ങൾ ആണ് ഈ ഭാവം കൊണ്ട് ജ്യോതിഷിമാർ വിലയിരുത്തുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ജ്യോതിഷ വിഷയങ്ങളോട് താല്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരു പുതിയ വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. 12ാം ഭാവം എന്നത് വ്യയഭാവമാണെന്ന് ആദ്യം പറഞ്ഞു എങ്കിലും ജാതകൻ്റെ ചിലവുകളെ സംബന്ധിച്ച് മാത്രമല്ല മറ്റ് നിരവധി കാര്യങ്ങളുടെ ശുഭാശുഭങ്ങളും നിരീക്ഷിക്കുന്ന ഭാവമാണ്. ജാതകൻ്റെ ദൂരസഞ്ചാരം, വീഴ്ച, സ്ഥാനഭ്രംശം, ദുരവസ്ഥ, ദാനശീലം, പാപകർമ്മങ്ങൾ, കിടപ്പ്, ഉറക്കം, ദ്രവ്യനാശം, അംഗവൈകല്യം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അറിയുന്ന ഭാവമാണ്. ഈ ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഭാവത്തിലേക്കുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടികളിൽ നിന്നുമെല്ലാം സൂചനകൾ സ്വീകരിച്ചുകൊണ്ട് ജ്യോതിഷിമാർ ഫലനിർണയം നടത്തുന്നു. അതുപോലെ ഭാവാധിപൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നതും ഏറ്റവും പ്രധാനമായ സംഗതിയാണ്. അതായത് 12ാം ഭാവാധിപൻ. 12ാം ഭാവാധിപൻ ലഗ്നഭാവം മുതൽ 12 ഭാവം വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ ഇനി പറയാം. ആദ്യമായി 12ാം ഭാവാധിപൻ ലഗ്നത്തിൽ അഥവാ 1ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് ധനം, വിദ്യ, വേണ്ടത്ര ആരോഗ്യം ഇവയൊന്നും ഉണ്ടാകുകയില്ല. ഭാര്യാസുഖവും തീരെ ഉണ്ടായിരിക്കുകയില്ല. അടുത്തത് 12ാം ഭാവാധിപൻ 2ാം ഭാവത്തിൽ നിന്നാൽ ജാതകന് വിഷ്ണുഭക്തിയും അഥവാ ഈശ്വരഭക്തിയും ധർമ്മനിഷ്ഠയും ആർക്കും ഇഷ്ടം തോന്നുമാറ് പറയുവാനുള്ള കഴിവും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ മറ്റ് നിരവധി ഗുണങ്ങളും ജാതകന് ഉണ്ടായിരിക്കും. അടുത്തത് 12ാം ഭാവാധിപൻ 3ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ സ്വന്തം ശരീരത്തെ എങ്ങനെ പരിപോഷിച്ചെടുക്കാം എന്ന് മാത്രം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവനും ഭാര്യയെയും ഗുരുവിനെയും സ്നേഹിതരെയുമൊക്കെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്നവനും ആയിരിക്കും. അടുത്തത് 12ാം ഭാവാധിപൻ 4ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ മാതാവിനോട് ഇഷ്ടക്കേടുള്ളവനും സ്വന്തം മക്കളെ പോലും ക്ലേശിപ്പിക്കുന്നവനും അതിയായ കോപമുള്ളവനും പരസ്ത്രീഗമന തൽപരനും ആയിരിക്കും. അടുത്തത് 12ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിന്നാൽ ജാതകന് വലുതായ സമ്പാദ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. അവൻ രത്നങ്ങൾ പോലെ വിലപിടിപ്പുള്ള വസ്തുക്കളെ ദാനം ചെയ്യുന്നവനും ആയിരിക്കും. ജാതകൻ സുഖക്കുറവ് അനുഭവിക്കുന്നവനും ആയിരിക്കുന്നതാണ്. അടുത്തത് 12ാം ഭാവാധിപൻ 6ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ അന്യ സ്ത്രീകളോട് ആസക്തി ഉള്ളവനും സന്താനങ്ങളെ നിരന്തരം ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനും സ്വന്തം മാതാവിനോട് വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്നവനും ആയിരിക്കും. അടുത്തത് 12ാം ഭാവാധിപൻ 7ാം ഭാവത്തിൽ നിന്നാൽ ജാതകന് ജീവിക്കാൻ പര്യാപ്തമാകും വിധമുള്ള ധനമോ അതിന് ഉതകും വിധമുള്ള വിദ്യയോ ശരീരത്തിന് വേണ്ടത്ര ആരോഗ്യമോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഭാര്യയെ കൊണ്ടുള്ള സുഖവും തീരെ ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തത് 12ാം ഭാവാധിപൻ 8ൽ അതായത് അഷ്ടമത്തിൽ അതായത് നാശഭാവത്തിൽ നിന്നാൽ ജാതകൻ നല്ല ഈശ്വരഭക്തിയുള്ളവനും ആർക്കും ഇഷ്ടപ്പെടും വിധം സഞ്ചരിക്കുവാനുള്ള ചാതുര്യവും
ആർക്കും ഇഷ്ടപ്പെടും വിധം സംസാരിക്കുവാനുള്ള ചാതുര്യവും ധർമ്മനിഷ്ഠനും മറ്റ് നിരവധി ഗുണങ്ങളും ജാതകന് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് 12-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ സ്വന്തം ശരീരപുഷ്ടിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവനും ഭാര്യയെയും ഗുരുക്കന്മാരെയും സ്നേഹിതരെയുമെല്ലാം എപ്പോഴും നിന്ദിച്ച് പറയുന്നവനും ആയിരിക്കും. അടുത്തതായി 12-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിൽ നിന്നാൽ ജാതകന് തീരെ സുഖം ലഭിക്കുന്നവൻ ആയിരിക്കുകയില്ല. ഈ ജാതകന് വലുതായ സമ്പാദ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയുമില്ല. എന്നാൽ ഉള്ളതൊക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതാണ്. അടുത്തത് 12-ാം ഭാവാധിപൻ 11-ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ 10-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് അനുഭവമാകുന്ന ഫലങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ്. അടുത്തത് 12-ാം ഭാവാധിപൻ 12-ൽ നിന്നാൽ അമ്മയോട് അനിഷ്ടമുള്ളവനും അതിയായ കോപം ഉള്ളവനും സന്താനങ്ങളെ വല്ലാതെ ക്ലേശിപ്പിക്കുന്നവനും പരസ്ത്രീ സക്തനും ആയിരിക്കുന്നതാണ്. അടുത്തതായി 12-ാം ഭാവത്തിൽ സൂര്യൻ തുടങ്ങിയ ഗ്രഹങ്ങളും ഗുളികനും നിൽക്കുമ്പോൾ ജാതകന് അനുഭവം ആകുന്ന ഫലങ്ങൾ പറയാം. ആദ്യമായി 12-ാം ഭാവത്തിൽ സൂര്യനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ പിതാവിന് വിരോധിയോ അല്ലെങ്കിൽ പിതാവിൽ നിന്നുള്ള ഗുണങ്ങൾ ലഭിക്കാത്തവനോ ആകുന്നതാണ്. ജാതകൻ്റെ കാഴ്ച ശക്തിക്ക് വൈകല്യവും ഉണ്ടായിരിക്കുന്നതാണ്. അംഗവൈകല്യവും സഞ്ചാരശീലവും പുത്രനാശം മൂലമുള്ള ദുഃഖവും ജാതകൻ അനുഭവിക്കുന്നതുമാണ്. അടുത്തത് 12-ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ജാതകൻ മാതാവിൽ നിന്നുള്ള ഗുണങ്ങൾ ലഭിക്കാത്തവനും മടിയനും നുണ പറയുന്നവനും ആയിരിക്കും. ഈ ചന്ദ്രൻ ബലവാനായിട്ടാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ നിൽക്കുന്നതെങ്കിൽ ദേവീക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്നവനും ആയിരിക്കും. അടുത്തത് 12-ാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ കളത്ര ദുരിതം, അതായത് ഭാര്യയ്ക്ക് ദുരിതം അനുഭവിക്കുന്നവനും രോഗദുരിതങ്ങൾ ഉണ്ടാകുന്നവനും സഹോദരന്മാർക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നവനും ആയിരിക്കും. അടുത്തത് 12-ാം ഭാവത്തിൽ ബുധൻ ആണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ ബന്ധുക്കളോട് വിരോധമുള്ളവനും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവനും വിദ്യാതടസ്സം അനുഭവപ്പെടുന്നവനും ആയിരിക്കും. ബുധൻ ബലവാൻ ആണെങ്കിൽ ജാതകൻ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ധനം ചിലവഴിക്കുന്ന ആളും ആയിരിക്കുന്നതാണ്. അടുത്തത് 12-ാം ഭാവത്തിൽ ഗുരു അഥവാ വ്യാഴം നിൽക്കുമ്പോൾ ജാതകൻ വലിയ ചെലവുള്ളവനായിരിക്കും. ധിക്കാരിയും മടിയനും പാപം ചെയ്യുന്നവനും ആയിരിക്കും. അതുപോലെ ദേഷ്യം കൊണ്ട് ചീത്ത വാക്കുകൾ വിളിച്ചു പറയുന്നവനും ആയിരിക്കുന്നതാണ്. അടുത്തത് 12-ാം ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ ധനികനും ഗുണവാനും ആയിരിക്കും. ഈ ജാതകൻ സംഭോഗ സുഖം അനുഭവിക്കുന്നവനും സുന്ദരനും സുശീലനും ആയിരിക്കുന്നതാണ്. അടുത്തത് 12-ാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ ഒരു മന്ദബുദ്ധിയും വളരെയധികം ധനം ചെലവ് ചെയ്യുന്നവനും ദുരിതങ്ങൾ അനുഭവിക്കുന്നവനും അംഗവൈകല്യം വന്നു ചേർന്നവനും ദാരിദ്ര്യം അനുഭവിക്കുന്നവനും ആയിരിക്കും. അടുത്തത് 12-ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ ജാതകൻ പാപകർമ്മങ്ങളും നീച കർമ്മങ്ങളും ചെയ്യും. പക്ഷേ അത് വളരെ രഹസ്യമായിട്ടായിരിക്കും. അന്യദേശത്ത് കഴിയുന്ന ആളും ദുർവ്യയശീലനും, അതായത് ധനം അനാവശ്യമായി ചെലവ് ചെയ്ത് ശീലിക്കപ്പെടുന്നവനും ആയിരിക്കുന്നതാണ്. അടുത്തത് 12-ാം ഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ പൂർവ സ്വത്തും കുല ആചാരങ്ങളും നശിപ്പിക്കുന്നവനും
നേത്രങ്ങൾക്ക് രോഗം ഉണ്ടാകുന്നവനും വിരുദ്ധമായ കർമ്മങ്ങളിൽ മുഴുകുന്നവനും ആയിരിക്കും. എന്നാൽ ഈ കേതുവിന് ഏതെങ്കിലും ഒരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടികൾ ഉണ്ടായാൽ ഈ ജാതകൻ വലിയ ആത്മജ്ഞാനിയായിരിക്കും. അതുപോലെ തീർത്ഥാടന യോഗവും ഈ ജാതകന് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് 12ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നതെങ്കിൽ ഈ ജാതകൻ പ്രേതത്തിൻ്റെ ഉപദ്രവം ഉള്ള ഒരുവനായിരിക്കും. ജാതകൻ വളരെ ധനവ്യയശീലനും വികലാംഗനും എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അനുഭവിക്കുന്നവനും ആയിരിക്കുന്നതാണ്. 12ാം ഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മേൽപ്പറഞ്ഞവയാണ്. ഈ വിവരങ്ങൾ പങ്കുവച്ച വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9655232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.